നമസ്കാരം, എല്ലാവർക്കും മൈ റെക്കോർഡ്സ് PSCയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023 ഇന്ത്യ. 5 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? പുതുമൈ പെൺ പദ്ധതി. ഭൂകമ്പബാധിത ആയ തുർക്കി, സിറിയ എന്നിവിടങ്ങളിലെ ജനങ്ങളെ സഹായിക്കാനായി ഇന്ത്യ 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച ദൗത്യമേത്? ഓപ്പറേഷൻ ദോസ്ത്. ഭൂകമ്പബാധിതരായ തുർക്കി, സിറിയ ജനങ്ങളെ സഹായിക്കാനായിട്ട് ഇന്ത്യ 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. 2023 ഫെബ്രുവരിയിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ SSLV-D2 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹങ്ങൾ ഏവ? EOS-07, ആസാദിസാറ്റ് 2, ജാനസ്-1. ഏതിനം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് EOS-07? ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. രാജ്യത്ത് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 750 വിദ്യാർത്ഥിനികൾ ഏത് ഉപഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിലാണ് പങ്കാളികളായത്? ആസാദിസാറ്റ് 2. ആസാദിസാറ്റ് 2 വികസിപ്പിച്ച സ്ഥാപനമേത്? സ്പേസ് കിഡ്സ് ഇന്ത്യ. 2023 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലിഥിയം ശേഖരം കണ്ടെത്തിയത് ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ്? ജമ്മു കശ്മീർ. 3ാമത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് നടന്നതെവിടെ? ഗുൽമാർഗ്, ജമ്മു കശ്മീർ. കേന്ദ്ര സർക്കാർ 2023 ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ നൽകിയ കണക്ക് പ്രകാരം രാജ്യത്തെ വിവിധ കോടതികളിലായി തീർപ്പാക്കാതെ കിടക്കുന്ന ആകെ കേസുകൾ എത്ര? 4.32 കോടി കേസുകളാണ് തീർപ്പാക്കാതെ കിടക്കുന്നത്. ഇന്ത്യക്കാരനായ ഏത് വിശ്രുത യുനാനി പണ്ഡിതൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 12 ലോക യുനാനി ദിനമായി ആചരിക്കുന്നത്? ഹക്കീം അജ്മൽ ഖാൻ. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സ്റ്റാമ്പ് എക്സിബിഷന് നൽകിയിരുന്ന പേരെന്ത്? അമൃത് പെക്സ് 2023. ഇലക്ട്രിക് കാറോട്ട മത്സരത്തിന് ഫോർമുല ഇ ചാമ്പ്യൻഷിപ്പ് 2023 നടന്നതെവിടെ? ഹൈദരാബാദ്. കൂടുതൽ ചീറ്റകളെ ഇന്ത്യയിലെത്തിക്കാനായി 2023 ജനുവരിയിൽ ഇന്ത്യ ധാരണാപത്രം ഒപ്പുവെച്ചത് ഏത് ആഫ്രിക്കൻ രാജ്യവുമായാണ്? ദക്ഷിണാഫ്രിക്ക. 2ാമത് ഇന്ത്യൻ റൈസ് കോൺഗ്രസ് 2023 നടന്നതെവിടെ? കട്ടക്ക്. 2023 ഫെബ്രുവരിയിൽ ആന്ധ്രാപ്രദേശ് ഗവർണറായി നിയമിക്കപ്പെട്ട മുൻ സുപ്രീം കോടതി ജഡ്ജി ആര്? അബ്ദുൾ നസീർ. 2023 ഫെബ്രുവരിയിൽ ഗ്ലോബൽ ഇൻവെസ്റ്റർ ഉച്ചകോടി നടന്ന ഇന്ത്യൻ നഗരമേത്? ലഖ്നൗ. സാമ്പത്തിക സാക്ഷരതാ വാരമായി ഇന്ത്യയിൽ ആചരിച്ച കാലയളവേത്? സാമ്പത്തിക സാക്ഷരതാ വാരം ഫെബ്രുവരി 13 മുതൽ 17 വരെ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ് തിപ്രാമോത്ത പാർട്ടി? ത്രിപുര. ചെന്നൈയിൽ ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സസ് എന്നിവ ചേർന്ന് നടത്തിയ സംയുക്ത അഭ്യാസമേത്? തർക്കാശ. കേന്ദ്ര ജൽശക്തി മന്ത്രാലയം, ബ്രഹ്മകുമാരീസ് ഓർഗനൈസേഷൻ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന ജലസംരക്ഷണ യജ്ഞമേത്? ജൽ ജൻ അഭിയാൻ. ഹിമാചൽ പ്രദേശ് ലഡാക്ക് അതിർത്തിയിൽ നിർമ്മാണത്തിലുള്ള ടണൽ ഏത്? ഷിങ്കുല ടണൽ. വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെ? പൂനെ. മിലിറ്ററി യൂണിറ്റ്, സായുധ സേനകൾ, സംസ്ഥാന പോലീസ് സേന എന്നിവയ്ക്ക് സമ്മാനിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പ്രസിഡൻസ് കളർ 2023 നേടിയത് ഏത് പോലീസ് സേനയാണ്? ഹരിയാന പോലീസ്. മോശം കാലാവസ്ഥയിൽ ഫൈറ്റർ വിമാനങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടാതിരിക്കാനായി ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ചെടുത്ത സങ്കേതമായത്? വായു ലിങ്ക്. 2023 ഫെബ്രുവരിയിൽ ഇന്ത്യ ജപ്പാൻ സായുധ സേനകൾ ജപ്പാനിൽ നടത്തിയ അഭ്യാസ പ്രകടനമേത്? ധർമ്മ ഗാർഡിയൻ. ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും നടത്തിയ സംയുക്ത സായുധ അഭ്യാസമേത്? ദസ്തലിക് 23. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി 2023 കേന്ദ്ര സർക്കാർ നിയമിച്ച ദക്ഷിണേന്ത്യൻ നടിയാര്? ഖുഷ്ബു.
നീതി ആയോഗിൻ്റെ പുതിയ CEO ആയി 2023 ഫെബ്രുവരിയിൽ നിയമിതനായത് ആര്? BVR സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നതെവിടെ? ധോലേര, ഗുജറാത്ത്. 3 മുതൽ 8 വയസ്സ് വരെയുള്ള അടിസ്ഥാന പഠന വർഷങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പഠന പാഠ്യ സാമഗ്രി ഏത്? ജാദുയി പിത്താര. ജാദുയി പിത്താര. പ്രഥമ G20 കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ് നടന്നതെവിടെ? ഖജുരാഹോ. ഇന്ത്യയിൽ ആദ്യമായി തണുത്തുറഞ്ഞ തടാകത്തിന് മുകളിലൂടെ മാരത്തൺ നടത്തിയത് എവിടെ? ലഡാക്കിലെ പാങ്കോങ് തടാകത്തിൽ. ലഡാക്കിലെ പാങ്കോങ് സോ തടാകം. കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിക്കുന്ന ഉയർന്ന ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള ഏതിനം ഗോതമ്പാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ചെടുത്തത്? HD 3385. HD 3385. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി 2023 ഫെബ്രുവരിയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ വംശജനാര്? അജയ് ബംഗ. അജയ് ബംഗ. ഓടകളിലെ മാൻഹോളുകൾ വൃത്തിയാക്കാനായി റോബോട്ടിനെ നിയോഗിച്ച ആദ്യത്തെ സംസ്ഥാനമേത്? കേരളം. 2023 മാർച്ചിൽ ആഗോള ചെറുധാന്യ സമ്മേളനം നടന്നതെവിടെ? ന്യൂഡൽഹി. ഇന്ത്യയിൽ ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ വാക്കേത്? ശ്രീ അന്ന. ശ്രീ അന്ന. 2023 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശിവമോഗ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? കർണാടക. 2023 ദേശീയ സുരക്ഷാ ദിനത്തിൻ്റെ നാഷണൽ സേഫ്റ്റി ഡേ സന്ദേശം എന്തായിരുന്നു? നാഷണൽ സേഫ്റ്റി ഡേ മാർച്ച് 4-ലാണ്. അതിൻ്റെ സന്ദേശം അവർ എയിം സീറോ ഹോം. അവർ എയിം സീറോ ഹോം. ഏതൊക്കെ രാജ്യങ്ങളിലെ സായുധ സേനകൾ 2023 മാർച്ചിൽ നടത്തിയ സംയുക്ത അഭ്യാസ പ്രകടനമായിരുന്നു ഫ്രിൻജെക്സ് 23? ഇന്ത്യ, ഫ്രാൻസ്. ഫ്രിൻജെക്സ് 23 നടന്നതെവിടെ? തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ. എല്ലാ ഇന്ത്യക്കാരെയും ഡിജിറ്റൽ പണമിടപാട് നടത്തുന്നവരായി മാറ്റാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് തുടക്കമിട്ട പുതിയ മിഷൻ ഏത്? ഹർ പേയ്മെൻറ്റ് ഡിജിറ്റൽ. ഹർ പേയ്മെൻറ്റ് ഡിജിറ്റൽ. 5ാമത് ആസിയാൻ ഇന്ത്യ ബിസിനസ് ഉച്ചകോടി 2023 മാർച്ചിൽ നടന്നതെവിടെ? ക്വാലാലംപൂർ. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ ഫാർമസി എഡ്യൂക്കേഷൻ ദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 6. നാഷണൽ ഫാർമസി എഡ്യൂക്കേഷൻ ഡേ ആണ് മാർച്ച് 6. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത കീലടി മ്യൂസിയത്തിലെ പ്രതിപാദ്യം എന്ത്? സംഘകാലഘട്ടത്തിലെ തമിഴ് ജനതയുടെ ജീവിതം. കീലടി മ്യൂസിയം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 2023 പുറത്തിറക്കിയ IS 18149/2023 ഗൈഡ് ലൈൻ ഏതിനം ചരക്കുകളുടെ കടത്തുമായി ബന്ധപ്പെട്ടതാണ്? അപകടകരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡേഞ്ചറസ് ഗുഡ്സ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ച് വിക്ഷേപിക്കാനുള്ള ISRO, നാസ എന്നിവയുടെ സംയുക്ത പ്രോജക്റ്റ് ഏത്? നിസാർ. 2023 ഓസ്കാർ പുരസ്കാരങ്ങളിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമാ ഗാനം ഏത്? നാട്ടു നാട്ടു. ചിത്രം RRR. ഇന്ത്യ സിംഗപ്പൂർ സേനകൾ 2023 മാർച്ചിൽ നടത്തിയ സംയുക്ത അഭ്യാസ പ്രകടനമേത്? ബോൾഡ് കുരുക്ഷേത്ര. 5ാമത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള മെട്രോപൊളിറ്റൻ നഗരം ഏത്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വായു മലിനീകരണം കൂടിയ പട്ടണം ഏത്? രാജസ്ഥാനിലെ ഭിവാഡി. രാജസ്ഥാനിലെ ഭിവാഡി. ഏറ്റവും കുറവ് വികസനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് 2023 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ നീക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം ഏത്? ഭൂട്ടാൻ. അന്താരാഷ്ട്ര ധനകാര്യ വാരികയായ സെൻട്രൽ ബാങ്കിങ്ങിൻ്റെ 2023 ഗവർണർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആര്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായ ശക്തികാന്ത ദാസ്. ഏതൊക്കെ രാജ്യങ്ങളുടെ നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനമാണ് അൽ മൊഹേദ് അൽ ഹിന്ദി 23? ഇന്ത്യ, സൗദി അറേബ്യ. അൽ മൊഹേദ് അൽ ഹിന്ദി 23, ഇന്ത്യ, സൗദി അറേബ്യ.
രാജ്യത്തെ മെഡിക്കൽ ടൂറിസം രംഗത്തിൻ്റെ വികസനത്തിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏത്? ഹീൽ ഇൻ ഇന്ത്യ. ഹീൽ ഇൻ ഇന്ത്യ. റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി 2023 നാവികസേനാ സംഘത്തെ നയിച്ച വനിതയാര്? കമാൻഡർ ദിക്ഷ അമൃത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായിട്ട് നാവികസേനാ സംഘത്തെ നയിച്ച വനിത ആരാണ്? കമാൻഡർ ദിക്ഷ അമൃത്. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ രംഗത്തിൻ്റെ കുതിപ്പ് ലക്ഷ്യമിട്ട് 7 സംസ്ഥാനങ്ങളിലായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സംരംഭമേത്? PM മിത്ര പാർക്കുകൾ. PM മിത്ര പാർക്കുകൾ. വനിതകളുടെ നേതൃത്വത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകാനും വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള പ്ലാറ്റ്ഫോം ഹെർ സ്റ്റാർട്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.